ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറിച്ചിൻ്റെ ഒരു ലീഡറുടെ ഒരു കമൻറ്റ്, അത് കുറച്ച് ദിവസമായി ഈ കമൻറ്റ് വീഡിയോയ്ക്ക് താഴെയായിട്ട് അദ്ദേഹം കുറിച്ചിട്ട്, അപ്പോൾ ആ ഒരു കമൻറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ലീഡർ എന്ന് പറയുന്നത് ഈ കമ്പനി പൂട്ടിക്കെട്ടിയ സമയത്ത് അദ്ദേഹം വലിയ വീരവാദം ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ 2 മാസം മാത്രമേ കാത്തു നിൽക്കുകയുള്ളൂ, ഞാൻ ചേർത്ത എല്ലാവരുടെയും പണം ഞാൻ തിരികെ കൊടുക്കും എന്നൊക്കെയുള്ള വീരവാദങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ആ ഒരു കാര്യം മാറ്റി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേസ് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇനി എല്ലാവർക്കും പണം കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരു സർക്കാർ ജീവനക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേരിലാണ് അദ്ദേഹം ഹൈറിച്ചിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ചേർത്തിരിക്കുന്നത്, ID അടിച്ചിരിക്കുന്നത് എല്ലാം തന്നെ മാതാപിതാക്കളുടെ പേരിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഇങ്ങനെയാണ്: നീ വീണ്ടും ഹൈറിച്ചിന് എതിരെ വീഡിയോ ഇട്ട് തുടങ്ങിയായിരുന്നു, അറിഞ്ഞില്ലായിരുന്നു. ഹൈറിച്ചിൽ പണം നഷ്ടപ്പെട്ടവർക്ക് 2 വഴികളാണ് മുമ്പിലുള്ളത്. ഹൈറിച്ച് കേസ് ഹൈക്കോർട്ടിൽ നടക്കുകയാണല്ലോ, സോ ഒരു തീർപ്പ് വരും അതിൽ. അതെ, കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു തീരുമാനം ഉണ്ടാവും, അല്ലെങ്കിൽ അത് പിൻവലിച്ചാലും ഒരു തീരുമാനം തന്നെയാണ്. ഫസ്റ്റ്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഹൈറിച്ച് തിരിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് ഹൈറിച്ച് തിരിച്ചു വരുന്നു. അങ്ങനെ വന്നാൽ ഈ 270 കോടി പോരാതെ വരും എല്ലാവർക്കും മണി തിരിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇദ്ദേഹവും പറയുന്നു ഈ 270 കോടി ഒന്നും പോരാ ആൾക്കാർക്ക് പണം തിരികെ കൊടുക്കാൻ. അതുകൊണ്ട് സോ അറ്റ് ദാറ്റ് ടൈം വി ഹാവ് ടു സപ്പോർട്ട് ദ കമ്പനി ആൻഡ് ലെറ്റ് ദം ഡു ദിയർ ഫിലിം ബിസിനസ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 270 കോടി ആർക്കും പോരാതെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കമ്പനിയെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾക്ക് ആർക്കും പൈസ വേണ്ട എന്ന് പറയണം. എന്നിട്ട് കമ്പനി എന്ത് ചെയ്യും? അത് വെച്ചിട്ട് 10 പടം, ദേ ക്യാൻ പ്രൊഡ്യൂസ് അറ്റ്ലീസ്റ്റ് 10 മൂവി വിത്ത് ദാറ്റ് എമൗണ്ട്. അങ്ങനെ ആ എമൗണ്ട് എടുത്ത് 10 സിനിമ പിടിക്കുകയും എന്നിട്ട് ആ സിനിമകളെല്ലാം തന്നെ കുത്തിയിരുന്ന് സക്സസ്ഫുൾ ആക്കേണ്ട പണി നമ്മളതാണ്. അതിന് 16 ലക്ഷം മെമ്പർമാർ നമ്മളിക്കുണ്ട്. 16 ലക്ഷം മെമ്പർമാരും കുത്തിയിരുന്ന് ആ സിനിമകളൊക്കെ വിജയിപ്പിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോടിക്കണക്കിന് എണ്ണാനും പറയാനും പറ്റാത്തത്ര കോടിക്കണക്കിന് രൂപ കിട്ടും. അങ്ങനെ വന്നാൽ വി ഹാവ് ടു ഗീവ് അറ്റ്ലീസ്റ്റ് 1 ഇയർ ടു കമ്പനി ടു സെറ്റിൽ ദി എമൗണ്ട്. അതിനുശേഷം 1 വർഷം നമ്മൾ കമ്പനിക്ക് നമ്മുടെ പൈസ സെറ്റിൽമെൻറ്റ് ചെയ്യാനുള്ള അവധിയും കൂടി കൊടുക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ വേറൊരു ഓപ്ഷൻ ഇദ്ദേഹം പറയുന്നത്, ഇൻ കേസ് കമ്പനി തോറ്റു കഴിഞ്ഞാൽ എന്ത് വേണം എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, കമ്പനി തോൽക്കുന്നു, അപ്പോഴും ഈ 270 കോടി മാത്രമാണ് നമുക്ക് കിട്ടാനുണ്ടാവുക. അപ്പോൾ എന്ത് വേണം എന്ന് പറഞ്ഞാൽ, ഈ കോമ്പീറ്റൻ്റ് അതോറിറ്റി എല്ലാവരുടെയും കോടിക്കണക്കിന് ഉണ്ടാക്കിയ ലീഡർമാരുടെ എല്ലാം സ്വത്തുക്കൾ കണ്ടുകിട്ടിക്കണം. എന്നിട്ട് അത് നമ്മൾക്ക് വീതിച്ച് തരണം. അങ്ങനെയായാൽ ഇത് പിന്നെയും വർഷങ്ങളെടുക്കും. അവരൊക്കെ കേസിനും പോവും. അങ്ങനെയൊക്കെ ആയാൽ ഇത് നീണ്ടുപോകും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഞാൻ ഒരിക്കലും പറയില്ല കമ്പനി വേണ്ട എന്ന്. കമ്പനി തിരിച്ചു വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് വാക്കിന് സ്ഥിരതയില്ലാത്ത ഒരാളാണ്. ഇദ്ദേഹം 2 മാസം മാത്രമേ ഞാൻ വെയിറ്റ് ചെയ്യുള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ ചേർത്തവരുടെയൊക്കെ പണം തിരികെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച ആളാണ്. ഇപ്പോഴും ശ്രീനെയും പ്രതാപനെയും കമ്പനിയും ഒക്കെ താങ്ങി നടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന് ഒരു ബോധ്യം ഉണ്ട്, ഈ 270 കോടി ആർക്കും മൂക്കിൽ വലിക്കാൻ പോലും എത്തൂല എന്നുള്ള കാര്യം ഇദ്ദേഹവും സമ്മതിക്കുന്നു. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കമൻറ്റ്. ഞാൻ എന്തായാലും ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ എൻ്റെ ഒരു 12 ദിവസം മുമ്പേ ഉള്ള വീഡിയോ ഒക്കെ വന്നിരിക്കുന്ന കമൻറ്റാണ്. അപ്പോൾ 12 ദിവസം മുമ്പേ ഉള്ള കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആരാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്.